സ്റ്റഡീസ് പറയുന്നത് ഒരു ജോലി ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 5 മാസവും 70 ആപ്ലിക്കേഷനും ഓൺ ആൻ ആവറേജ് എടുക്കുന്നുണ്ടെന്നുള്ളതാണ്. ആദ്യമായിട്ടൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന അല്ലാന്നുണ്ടെങ്കിൽ ആദ്യത്തെ ജോലി സ്വപ്നം കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഓവർവെൽമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ജോബ് സെർച്ച് എന്നുള്ളത്. ആദ്യത്തെ ജോലി മാത്രമല്ല, ഒരു ജോലിയിലേക്ക് വേറൊരു ജോലി സെർച്ച് ചെയ്യുന്ന കരിയർ സ്വിച്ചൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും റിലേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഭയങ്കരമായിട്ടൊരു ഓവർവെൽമിങ് ഫീൽ വരിക, അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക ജോബ് സെർച്ചിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ ഒരു ആദ്യത്തെ ജോലി അഥവാ നിങ്ങളുടെ ജോബ് സെർച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടായിട്ടുള്ള ഒരു 7 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു ദ മല്ലു ഷോ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആയിക്കോട്ടെ, നിങ്ങളുടെ ആദ്യത്തെ ജോലി ആയിക്കോട്ടെ, അതല്ല നിങ്ങളുള്ളൊരു ജോലി ഇന്ന് വേറൊരു ജോലിയിലേക്ക് ഒരു കരിയർ സ്വിച്ചിനൊക്കെ വേണ്ടിയിട്ട് ചിന്തിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് റൈറ്റ് ഇൻ ടു ദി എപ്പിസോഡ് ആൻഡ് ഗോ ടു ദ ഫസ്റ്റ് ടിപ്പ് ഓർ ഫസ്റ്റ് തിങ് ടു കീപ്പ് ഇൻ മൈൻഡ് when it comes to job search. എല്ലാവരും പറയുന്നൊരു കോമൺ സംഭവമാണ് റെസ്യൂമെ, റൈറ്റ്? പക്ഷേ റെസ്യൂമെ എന്ന് എല്ലാവരും പറയും. കോളേജിലായാലും എവിടെ നിന്നായാലും നമ്മളെ കൊണ്ട് റെസ്യൂമെ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും റെസ്യൂമെയിൽ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഹൗ ടു ഓർ എന്ത് കാര്യം നമ്മൾ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കണം. നിങ്ങളാകെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, റെസ്യൂമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ചുമ്മാ എന്ത് ചെയ്യും, ഇൻ്റർനെറ്റിൽ പോയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടുന്ന ഒരു സാധനം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, റെസ്യൂമെ ഉണ്ടാക്കും. എന്നാൽ ദാറ്റ് ഇസ് എ വെരി റോങ് തിങ് ടു ഡു. കാരണം അങ്ങനെയല്ല റെസ്യൂമെ പ്രിപ്പയർ ചെയ്യേണ്ടത്. ATS എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ATS എന്ന് വെച്ചാൽ ആപ്ലിക്കൻറ്റ് ട്രാക്കിംഗ് സിസ്റ്റം. ഈ ATS ഫോർമാറ്റിലുള്ള ടെംപ്ലേറ്റ്സ് ഇൻ്റർനെറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്. ആൻഡ് ഈ ATS ഫോർമാറ്റിലുള്ള ടെംപ്ലേറ്റ് എടുത്താൽ മാത്രം പോരാ. നമ്മളെല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. നമ്മളൊരു 10 സ്ഥലത്ത് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലായിടത്തേക്കും സെയിം CV അല്ലെങ്കിൽ സെയിം റെസ്യൂമെ ആയിരിക്കും നമ്മൾ അയക്കുന്നുണ്ടാവുക. എന്നാൽ ഇത് മാറ്റണം, റൈറ്റ്? നമ്മൾ അയക്കുന്ന ഓരോ ആപ്ലിക്കേഷൻസിനും ടൈലർ ചെയ്തിട്ട് കസ്റ്റം ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് അഥവാ റെസ്യൂമേസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ആൻഡ് മാത്രമല്ല വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഏതൊരു പ്രൊഫൈലിൽ ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിലും, ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സോഷ്യൽ മീഡിയ മാർക്കറ്ററുടെ പൊസിഷനിലേക്കാണ് നിങ്ങൾ അപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റെഡ് ഓഫ് സെയിങ് ഐ എൻ എക്സ്പീരിയൻസ്ഡ് 5 years എക്സ്പീരിയൻസ് ഇൻ സോഷ്യൽ മീഡിയ മാർക്കറ്റ് എന്നൊക്കെ പറയുന്നതിന് പകരം ഞാൻ ഇന്ന ക്ലയൻറ്റിനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻഗേജ്മെൻറ്റ് 15% നിന്ന് 6 മാസം കൊണ്ട് 35% ഗ്രോത്ത് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ മെട്രിക് വൈസ് ചെയ്തിട്ട് ഡാറ്റ വൈസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത വർക്ക് നിങ്ങളുടെ റെസ്യൂമെയിൽ എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് അവിടെ ഷോക്കേസ് ചെയ്യാനായിട്ട് വിഷ്വലി നിങ്ങൾക്ക് ഡാറ്റ വെച്ചിട്ടായിട്ട് പറയാനായിട്ട് പറ്റണം. ആൻഡ് വിഷ്വലി എന്ന് പറയുന്ന സമയത്ത് പൈ ചാർട്ടും ഗ്രാഫ് വെക്കണം എന്നല്ല, സംതിങ് ദാറ്റ് എ പേഴ്സൺ ക്യാൻ വിഷ്വലൈസ്, റൈറ്റ്? ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റണം, ഇമാജിൻ ചെയ്യാനായിട്ട് പറ്റണം. സോ ആ തരത്തിൽ നമ്മൾ റെസ്യൂമെ എന്ത് ചെയ്യണം, നമ്മൾ ടൈലർ ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ഒരുപാട് ഫോമാറ്റ്സ് അവൈലബിൾ ആണ്. ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫോമാറ്റ് വെച്ചാൽ ലിങ്ക്ഡിൻ്റെ ഫോമാറ്റാണ്. നിങ്ങൾ ലിങ്ക്ഡിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ബയോ എല്ലാം അപ്ഡേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് റെസ്യൂമെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഐ ഹാവ് സീൻ, റൈറ്റ്? രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് എന്തുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വെച്ചാൽ, സ്പെഷ്യലി നിങ്ങൾ ഹാക്കിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളെ ഏതെങ്കിലും സെഷൻസിലോ മറ്റൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഓർ ഇവൻ ഡെമോലോ എവിടെ വേണമെങ്കിലും നമ്മളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാകുന്ന ഒരു സംഭവമായിരിക്കും പോർട്ട്ഫോളിയോ, റൈറ്റ്? ആൻഡ് എന്തുകൊണ്ട് വൈ ഡു വി സ്ട്രെസ് ഓൺ പോർട്ട്ഫോളിയോ ലോട്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ടീം ഇപ്പോൾ ഏകദേശം 200 ആൾക്കാരുടെ മേലുള്ളൊരു ടീമാണ് നമ്മുടെ ഹാരിസൺ കോഡ് ടീം എന്ന് പറയുന്നത്. ഒരാളെ പോലും റെസ്യൂമെ മാത്രം വെച്ചിട്ട് റെസ്യൂമേൻ്റെ ബേസിലായിട്ട് ഹയർ ചെയ്തിട്ടുണ്ടാവില്ല. പോർട്ട്ഫോളിയോ ഇല്ലാതെ വി ഡോണ്ട് കൺസിഡർ എനിബഡി. ആൻഡ് എന്താണ് ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്? നമ്മൾ റെസ്യൂമേയിൽ നമുക്ക് തള്ളാൻ ഭയങ്കര എളുപ്പമാണ്, റൈറ്റ്? നമുക്ക് ഒരുപാട് കാര്യങ്ങളോട് ആഡ് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമേയിൽ പറഞ്ഞതിൻ്റെ പ്രൂഫാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ബിഹാൻസ് വെച്ചിട്ടോ ഓർ ഈവൻ ഒരു ഗൂഗിൾ ഡോക്ക് വെച്ചിട്ടോ ഓർ ഗാമ വെച്ചിട്ടോ ക്യാൻവ വെച്ചിട്ടോ ജിറ്റ്ഹബ് വെച്ചിട്ടോ എന്ത് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്ത വർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്, റൈറ്റ്? നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്ക് നിങ്ങൾക്ക് ജിറ്റ്ഹബിൽ അപ്ലോഡ് ചെയ്യാം, നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം, റൈറ്റ്? ദാറ്റ് ഈസ് ഹൗ യു ഹാവ് ടു ഡു, റൈറ്റ്? അനദർ തിങ് ഇസ് നിങ്ങൾ നിങ്ങൾക്ക് ഇതൊന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയില്ല. നിങ്ങളെ ഫോണിൽ നോട്ട്സ് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും, അല്ലേ? അവിടെ നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്ക് ഞാൻ ഇന്ന കമ്പനിയുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ന പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തു, ഇങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇന്ന ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഇതായിരുന്നു പ്രോബ്ലം, ഇതായിരുന്നു സൊല്യൂഷൻ, ദിസ് ഇസ് മൈ ടേക്ക് അവേസ്, ഇവിടുന്ന് ഇവിടത്തേക്ക് എത്തിച്ചു. ഷോ ദ പ്രോഗ്രസ്, ഷോ ദ പ്രൂഫ് ഓഫ് യുവർ സ്കിൽ, റൈറ്റ്? അതാണ് നമ്മുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്ത വർക്കിൻ്റെ നിങ്ങളുടെ സ്കില്ലിൻ്റെ പ്രൂഫ് ആണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്.
നിങ്ങളിനി ഏത് പ്രൊഫഷനിലുള്ള ആളാണെന്നുണ്ടെങ്കിലും, ഏത് ഏരിയയിലൂടെ ചിന്തിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും, ഒരു അക്കൗണ്ടൻ്റ് ആയിക്കോട്ടെ, ഒരു ബിസിനസ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, അതല്ല നിങ്ങളൊരു എഞ്ചിനീയർ ആയിക്കോട്ടെ, അതല്ല സ്കിൽ ആർട്ടിസ്റ്റോ ഡിസൈനറോ ഏത് റോളുള്ള ആളോ ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു സിമ്പിൾ ഒരു ബേസിക് പോർട്ട്ഫോളിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് വെരി എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. കാരണം മിക്ക ആൾക്കാരും റെസ്യൂമെ നോക്കത്തന്നില്ല, പോർട്ട്ഫോളിയോ കാണുന്ന സമയത്ത് പിന്നെയും ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഫീലെങ്കിലും അവിടെ വരുന്നുണ്ടാവും, റൈറ്റ്? ആൻഡ് ദ തേർഡ് തിങ് ദാറ്റ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ഇസ് അഗെയിൻ, ഒരു 90% ഓഫ് ജോബ് സെർച്ച് ചെയ്യുന്ന ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്കാണ് ലിങ്ക്ഡിൻ ലെവറേജ് ചെയ്യാതിരിക്കുക. ആൻഡ് ദ തേർഡ് ടിപ്പ് ഇസ് ലെവറേജ് ലിങ്ക്ഡിൻ എഫക്റ്റീവ്ലി, റൈറ്റ്? നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ചുമ്മാ ഒരു ജോബിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് വെക്കും, പിന്നെ അത് തൊട്ട് വെക്കൂല, റൈറ്റ്? അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ പറയുന്ന കുഞ്ഞു കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിരിക്കണം, എസ്പെഷ്യലി ജോബ് സെർച്ചിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് നിങ്ങൾ എൻഷുർ ചെയ്യുക. ഒന്നാമത്തെ കാര്യം, ഒരു നീറ്റ് ആയിട്ടുള്ളൊരു പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് ചെയ്തിടാം, റൈറ്റ്? നീറ്റ് എന്ന് പറയുമ്പോൾ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവണമെന്നൊന്നുമില്ല. ഒരു ബേസിക് നീറ്റ്, നല്ല ബാക്ക്ഗ്രൗണ്ട്, നല്ല നിങ്ങളെ ഫേസ് വൃത്തിയായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലേക്കായിട്ടുള്ള ഒരു പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് ചെയ്യാം. 2, നിങ്ങളുടെ ബാനർ ഇമേജ് അപ്ലോഡ് ചെയ്തിടുക. എന്താ ഈ ബാനർ ഇമേജ്? നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ കവർ ഫോട്ടോ ഒക്കെ കാണുന്ന പോലെ ഒരു സംഭവം ലിങ്ക്ഡിനിലുണ്ട്. ആൻഡ് ആ ബാനർ ഇമേജിൽ നിങ്ങൾ ആരാണ്, എന്താണ്, നിങ്ങളുടെ നിന്ന് എന്ത് കിട്ടാം, ഓർ ബേസിക് ഐഡിയ ഓഫ് യു കൊടുക്കുന്ന തരത്തിലേക്കായിട്ടുള്ള ഒരു സംഭവം അവിടെ ടെക്സ്റ്റും മറ്റേ വെച്ചിട്ട് എന്ത് ചെയ്യാം, അവിടെ ഡെപ്പിക്ട് ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമത്തെ കാര്യം നിങ്ങൾ എൻഷുർ ചെയ്യേണ്ടത് ഹെഡ്ലൈൻ ആണ്. ഹെഡ്ലൈൻ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരും ശ്രദ്ധിക്കാത്തൊരു സ്ഥലമാണ് ഹെഡ്ലൈൻ എന്ന് പറയുന്നത്. ഹെഡ്ലൈനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് ബേസ് ചെയ്തിട്ടോ, ജോബ് ബേസ് ചെയ്തിട്ടോ, ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടോ കീവേഡ്സിനെ അവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളൊരു ബേസിക് ഐഡിയ അവിടെ കൊടുക്കാനായിട്ട് പറ്റും. ആൾക്കാർ ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഹെഡ്ലൈൻ നിങ്ങൾ ആ സെർച്ച് ലിസ്റ്റിൽ, അല്ലെങ്കിൽ ആ സെർച്ച് റിസൾട്ട്സിൽ നിങ്ങളുടെ പ്രൊഫൈൽ കൊണ്ടുവരുന്നതിൽ വലിയൊരു റോള് ഹെഡ്ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്, പങ്കുവയ്ക്കുന്നുണ്ട്, റൈറ്റ്? 4ാമത്തെ കാര്യം, നിങ്ങളുടെ ബയോ അഥവാ അബൌട്ട് സെക്ഷൻ ക്ലിയർലി റൈറ്റ് ചെയ്തിട്ട് വെക്കുക എന്നുള്ളതാണ്. ഒരു 90% ആൾക്കാരും ബയോ സെക്ഷൻ ഒന്നും അവിടെ ഉണ്ടാവില്ല. ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു ഡു. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ, നിങ്ങൾ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സോ അക്കംപ്ലിഷ്മെൻറ്റ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ല നിങ്ങൾ എന്തെങ്കിലും റെലവൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഷോക്കേസ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, ഓപ്ഷൻസും സെക്ഷൻസൊക്കെ അവിടെ അവൈലബിൾ ആണ്, റൈറ്റ്? എന്നിട്ട് എന്ത് ചെയ്യുക, വെറുതെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് വെക്കുന്നതിന് പകരം, നിങ്ങൾക്ക് കണ്ടന്റ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് പറ്റുന്നില്ല, സമയമില്ല എന്ന് കാണുന്നുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ റെലവൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലുള്ള മറ്റ് അക്കൗണ്ട്സ് ഫോളോ ചെയ്തിട്ട് അവർ പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റിൻ്റെ അണ്ടറിൽ പോയിട്ടെങ്കിൽ എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് എൻഗേജ് ചെയ്യണം. ബിക്കോസ് ദാറ്റ് ക്രിയേറ്റ്സ് എൻഗേജ്മെന്റ്, ദാറ്റ് ക്രിയേറ്റ്സ് ഇൻട്രാക്ഷൻ, ആൻഡ് നിങ്ങളുടെ ആക്ടിവിറ്റി പേജിൽ എന്തുണ്ടാവും, അത് കാണിക്കും, നിങ്ങൾ എന്നത് കമൻറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടായിട്ട്. സോ ആൾക്കാർ, ഹയറിങ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ പ്രൊഫൈൽ വന്നിട്ട് നോക്കുന്ന സമയത്ത്, ഓക്കെ, അറ്റ്ലീസ്റ്റ് ലിങ്ക്ഡിനിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്, അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളാണ്, കുറച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടെന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളായിരിക്കും ഹയർ ചെയ്യുന്ന എന്നുള്ളൊരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, നമ്മളത് ഹെൽപ്പ് ചെയ്യും. അനദർ തിങ് ദാറ്റ് യു ഹാവ് ടു ഡു, വിച്ച് ഇസ് അഗെയിൻ പോയിന്റ് നമ്പർ 4 ദാറ്റ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. ടിപ്പ് നമ്പർ 4 ആണ്, കണക്ടിങ് ടു ലിങ്ക്ഡിനും മറ്റു കാര്യങ്ങളൊക്കെ തന്നെയാണ്, നെറ്റ്വർക്ക് ചെയ്യുക പ്രോപ്പർലി എന്നുള്ളതാണ്, റൈറ്റ്? എന്തുകൊണ്ട്, അഗെയിൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ലിങ്ക്ഡിൻ മെജോറിറ്റി ഓഫ് ആൾക്കാരും അതിൻ്റെ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാത്തൊരു ഏരിയയാണ് നെറ്റ്വർക്കിങ്ങിന് യൂസ് ചെയ്യാന്നുള്ളത്. കാരണം നമുക്ക് ജസ്റ്റ് ചുമ്മാ ഒരു സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കമ്പനിയിൽ, നിങ്ങളുടെ ഇഷ്ടമുള്ള പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും, റൈറ്റ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയിൽ ഒരുപാട് റോൾസ് ഇല്ലാന്നുണ്ടെങ്കിൽ അതേ റോളിൽ മറ്റു പല കമ്പനീസിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഇൻ കേസ് ഒരു റെഫറൻസ് പോലും അവിടെ തരുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അവരെങ്ങനെയാണ് ആ കമ്പനിയിൽ എത്തിപ്പെട്ടത്, അവരുടെ കരിയർ ജേർണി എങ്ങനെയാണ്, അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്തൊക്കെ ചെയ്യാനായി ബാക്കിയുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ലിങ്ക്ഡിൻ ചുമ്മാ ഒരു റെസ്യൂമെ പോലെ ഉപയോഗിക്കാതെ യൂസ് ഇറ്റ് ആസ് ആക്ച്വലി എ കണക്ഷൻ പ്ലാറ്റ്ഫോം ഓർ എ നെറ്റ്വർക്ക് ബിൽഡിംഗ് പ്ലാറ്റ്ഫോം, റൈറ്റ്? സോ നിങ്ങൾക്ക് ഒരുപാട് പേഴ്സണലൈസ് ആയിട്ടുള്ള മെസ്സേജ് അയക്കാനായിട്ട് പറ്റും, ഇമെയിൽ അയക്കാനായിട്ട് പറ്റും, ഈവൻ ലിങ്ക്ഡിൻ പ്രീമിയം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 1 month ട്രയൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ യൂസ് ചെയ്ത് നോക്കുക, റൈറ്റ്? എന്നിട്ട് ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുക, നിങ്ങളുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. ഇനി നമ്മൾ ഒട്ടും ഫോക്കസ് ചെയ്യാത്ത വേറൊരു ഏരിയയാണ്, എസ്പെഷ്യലി നമ്മുടെ നെറ്റ്വർക്കാണ്, നമ്മുടെ കോൺടാക്ട്സ് എന്നുള്ളത്. എസ്പെഷ്യലി വാട്സാപ്പിലും ഫോണിലുള്ള കോൺടാക്ട്സ് എന്ന് പറയുന്നത് നമുക്കതിൻ്റെ പൊട്ടൻഷ്യൽ അറിയില്ല എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഇതുവരെ അത് ടാപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുമില്ല. നിങ്ങളുടെ വാട്സാപ്പിലും നിങ്ങളുടെ ഫോൺ കോൺടാക്ട്സിലുള്ള ഫോൺ കോൺടാക്ട്സിലുള്ള നിങ്ങളുടെ നെറ്റ്വർക്കിലുള്ള ആൾക്കാർ അത് റീച്ച് ഔട്ട് ചെയ്തിട്ട് അവർക്ക് നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. ആൻഡ് നമ്മളെല്ലാവരും മടിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് ചോദിക്കാൻ വേണ്ടിയിട്ടായിട്ട്. പ്ലീസ് ആസ്ക് ഫോർ ഹെൽപ്പ്, റൈറ്റ്? ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും കണക്ട് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ള രീതിയിലേക്കായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ചോദിച്ചു നോക്കുക. ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ ഒരിക്കലും ഇല്ല പറയില്ല, ദേ വിൽ ട്രൈ,
റൈറ്റ്? ആൻഡ് ദാറ്റ് ഈസ് വെരി വെരി എന്താ പറയുക, ഭയങ്കര വാല്യുബിൾ ആണ്, റൈറ്റ്? സോ ഡോണ്ട് നിങ്ങൾ ഒരിക്കലും അവർ ചെയ്യൂല എന്നുള്ള രീതിയൊക്കെ ഇരിക്കരുത്, പോയിട്ട് ചോദിക്കുക, റൈറ്റ്? എന്നിട്ട് ഇഫ് പറ്റൂല എന്ന് പറഞ്ഞാൽ ഓക്കെ, യു ക്യാൻ ജസ്റ്റ് വേറെ ആളത്ത് പോയി ചോദിക്കുക. ബട്ട് സേ ഇഫ് അവർ കണക്ട് ചെയ്ത് തന്നതിനാലോ, it is a reference, right? And references play a very big role in getting hired into very good companies, right? So that is the thing. നിങ്ങളുടെ നെറ്റ്വർക്കിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങളുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക, റൈറ്റ്? ഞാൻ റീസെന്റ് ഒരു എപ്പിസോഡ് കേൾക്കുന്ന സമയത്ത് അതിൽ വെൽത്തിന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഒരാൾ, ലൈക്ക് വെരി സക്സസ്ഫുൾ ആയിട്ട് ഒരാളാണ് വെൽത്തിന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അയാൾ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ അയാൾക്ക് ഫോൺ വിളിക്കാനായിട്ട് പറ്റുന്ന ആൾക്കാരാണ് അയാളുടെ വെൽത്ത് എന്നുള്ള രീതിയിലേക്കായിട്ട്. ആൻഡ് ദാറ്റ് വാസ് വെരി നൈസ്, ഫെൽറ്റ് നൈസ്, മെയ്ഡ് സെൻസ് ഓൾസോ, റൈറ്റ്? സോ ദാറ്റ് ഇസ് എ ഫോർത്ത് തിങ്. എസ്പെഷ്യലി നമ്മൾ ഒരു പ്രൊഫഷണൽ കോഴ്സിലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് മെജോറിറ്റി ഓഫ് ആൾക്കാരും ചെയ്യാത്തൊരു കാര്യമാണ്, സീരിയസ് ആയിട്ട് ചെയ്യാത്തൊരു കാര്യമാണ് ഇന്റേൺഷിപ്സ് ആൻഡ് കോൺട്രാക്ട്സ്, റൈറ്റ്? ഇന്റേൺഷിപ്സോ ആയിട്ടോ കോൺട്രാക്ട്സോ ആയിട്ടോ വരുന്ന കാര്യത്തിലേക്ക് അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ടിപ്പ് നമ്പർ 5, റൈറ്റ്? കാരണം എന്തുകൊണ്ടാണ്? ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ പറയും ഇത്ര എക്സ്പീരിയൻസ് വേണം, ഇന്ന കാര്യങ്ങളൊക്കെ വേണം എന്നൊക്കെ പറയും, റൈറ്റ്? എസ്പെഷ്യലി ഇപ്പോൾ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. വി ഡിഡ് ഇന്റേൺഷിപ്പ് ഓഫ് 2 months. വെറുതെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, റൈറ്റ്? ചുമ്മാ ചെയ്തു. വി ഡിഡ്ന്റ് ലേൺ എനിത്തിങ്, ബട്ട് വി ആക്ച്വലി മെയ്ഡ് എ പ്രോഡക്റ്റ്, ബട്ട് വി ഡിഡ്ന്റ് ലേൺ എനിത്തിങ്, വി ജസ്റ്റ് ഹാഡ് ഫൺ, റൈറ്റ്? പക്ഷേ സീരിയസ് ആയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യുക, എസ്പെഷ്യലി നിങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോ ഡു സമ്മർ ഇന്റേൺഷിപ്സ്. യെസ്, സമ്മർ വെക്കേഷൻസ് ആണ്, ബട്ട് ട്രൈ, റൈറ്റ്? സമയം കിട്ടുന്ന സമയത്ത് ഗോ ഡു ഇന്റേൺഷിപ്സ്. റിയൽ ലൈഫ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ് കിട്ടുന്നത്. ഒരു കമ്പനി എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കും നിങ്ങൾ, റൈറ്റ്? ആൻഡ് ആ കാര്യത്തിന്റെ ബേസിസിൽ ഡിസിഷൻസ് എടുക്കുക, എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് കരിയർ. ഞാൻ ഏത് മേഖലയിലോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക. ആക്ച്വലി ദാറ്റ് ഈസ് വൺ വേ ഓഫ് taking good career decisions instead of asking people who are in there, right? അവരുടെ കോണ്ടെക്സ്റ്റ് നിങ്ങളുടെ കോണ്ടെക്സ്റ്റും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നിങ്ങളായിട്ട് ഡിസിഷൻസ് എടുക്കാം. സോ ഇന്റേൺഷിപ്സിനും കോൺട്രാക്ട്സിനൊക്കെ അപ്ലൈ ചെയ്യുക. കാരണം എന്താ, അത് നിങ്ങളുടെ പെർസെപ്ഷൻ ഒരുപാട് മാറ്റും. നിങ്ങൾക്ക് ഇൻഡസ്ട്രിയെ കുറിച്ച് ഒരുപാട് നോളജ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. മാത്രമല്ല നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലോട്ട്, നിങ്ങളുടെ റെസ്യൂമിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാനായിട്ട് പറ്റും. എസ്പെഷ്യലി നല്ല കമ്പനീസിൽ 3 മാസത്തെയോ 6 മാസത്തെയൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയിൽ നിങ്ങൾ ചെയ്ത വർക്ക് അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ചിലപ്പം മെജോറിറ്റി ഓഫ് ഇന്റേൺഷിപ്സും പെയ്ഡ് ഇന്റേൺഷിപ്സ് ആണ്. ഏൺ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാവും. പ്ലസ് നിങ്ങളവിടെ നല്ല വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. സോ ഇന്റേൺഷിപ്സ് ഓപ്പർച്യൂണിറ്റീസും കോൺട്രാക്ട്സ് ഓപ്പർച്യൂണിറ്റീസും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുക, റൈറ്റ്? 6th thing that you have to focus on, again മെജോറിറ്റി ഓഫ് ആൾക്കാരും ചെയ്യാത്തൊരു കാര്യമാണ്, ഇന്റർവ്യൂസിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്, റൈറ്റ്? ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. റീസെൻ്റ്ലി ഞങ്ങളുടെ ഒരു ഹാക്കയിലെ ഒരു സ്റ്റുഡൻറ്റ് ഇന്ത്യയിലെ മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിങ് കമ്പനീസിൽ ടോപ്പ് 3 വരുന്ന ഒരു കമ്പനിയിൽ നമുക്ക് അവിടെ കിട്ടി. ഫൈനൽ ഇൻ്റർവ്യൂവിൽ എന്ത് ചെയ്തു, എല്ലാ റൗണ്ട്സും ക്ലിയർ ചെയ്തു. ഫൈനൽ ഇൻ്റർവ്യൂവിൽ ഒരാൾ അവിടെ നിന്ന് എന്ത് ചെയ്തു, റിജക്ട് ചെയ്തു, ഓർ നോട്ട് സെലക്റ്റഡ് ആയി. റീസൺ ബീങ് വേറെ ഒന്നുമല്ല, അവിടെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അത് ആൻസർ ചെയ്യാൻ പറ്റിയില്ല, റൈറ്റ്? എല്ലാവിധ തരത്തിലേക്കായിട്ടുള്ള മറ്റ് ടെക്നിക്കൽ ആയിട്ടും സ്കിൽ വൈസ് ആയിട്ടൊക്കെ പ്രിപ്പറേഷനൊക്കെ നടന്നു, റൈറ്റ്? ഈവൻ ഇന്റർവ്യൂ ബേസ് ചെയ്തിട്ടും മോക്ക് ഇന്റർവ്യൂ ബേസ് ചെയ്തിട്ടൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ സംഹൗ പ്രാക്ടീസിന്റെ കുറവായിരിക്കാം, മറ്റ് വേറെ റീസൺസ് ആയിരിക്കാം. ബട്ട് സ്റ്റിൽ ഇന്റർവ്യൂ എന്ത് ചെയ്യാൻ പറ്റിയില്ല. ആ ഇന്റർവ്യൂ മലയാളത്തിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്, ഇവൻ സ്റ്റിൽ നടന്നില്ല, ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. That is the importance of understanding the basics of the questions and preparing for that, right? There is either a smart technique എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്ക് ഉണ്ട്. അതായത് S for situation, T for task, A for action, R for result. അതായത് നിങ്ങളടുത്തൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ ഈ ഒരു ടെംപ്ലേറ്റിൽ നിങ്ങൾ ആൻസർ ചെയ്യും. അതൊരു ഇന്റർവ്യൂവിൽ നിങ്ങളടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ടെംപ്ലേറ്റ് ആണ് ഈ സ്റ്റാർ എന്ന് പറയുന്നത്, റൈറ്റ്? നിങ്ങൾക്കൊരു സിറ്റുവേഷൻ പറയാം, എങ്ങനെയായിരുന്നു ആ സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്, എന്തായിരുന്നു നിങ്ങൾക്ക് ആ ടാസ്ക് ഉണ്ടായിരുന്നത്, എന്താണ് നിങ്ങൾ ചെയ്ത ആക്ഷൻ, എന്താണ് നിങ്ങൾ കൊണ്ടുവന്ന റിസൾട്ട്. ഇത് നിങ്ങൾ ആസ് എ പേഴ്സൺ കുറേ കൂടെ എവാലുവേറ്റ് ചെയ്യാനും നിങ്ങൾ ആസ് എ പേഴ്സൺ കുറേ കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും വാലിഡേറ്റ് ചെയ്യാനും എന്ത് ചെയ്യും, നിങ്ങൾക്കും അതേപോലെ തന്നെ കമ്പനിക്കും സാധിക്കും, റൈറ്റ്? സോ ഈ തരത്തിൽ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും അത് ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് സേയിങ് നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് എന്താണ്, ലേൺ ഹൗ ടു പുട്ട് ഇറ്റ് ഇൻ സ്റ്റാർ മെത്തേഡ്, റൈറ്റ്? ഓർ വൈ ഷുഡ് ദേ ഹയർ യു, learn how to put it in the star method. So situation base ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഫ്രഷർ ആണ്, സ്റ്റിൽ യു ക്യാൻ ചൂസ് സം ഇൻസിഡൻസ് ഫ്രം യുവർ ലൈഫ്, ഓർ അറ്റ് ലീസ്റ്റ് യു ക്യാൻ ജസ്റ്റ് ക്രിയേറ്റ് എ സ്റ്റോറി അറൌണ്ട് certain things എന്നിട്ട് അതെന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. And that actually helps with interviews and understanding you better for an employer, right? And finally 7th കാര്യമാണ്, മെജോറിറ്റി ഓഫ് ആൾക്കാരും ചെയ്യാത്തൊരു സംഭവമാണ്, ഇന്റർവ്യൂസിന് ശേഷം ഫോളോ അപ്പ് എടുക്കുക, റൈറ്റ്? ആൻഡ് ഇന്റർവ്യൂസ് പോട്ടെ,
ഒട്ടുമിക്ക ആൾക്കാരും നിങ്ങൾ ജോബിനൊക്കെ അപ്ലൈ ചെയ്യും, പക്ഷെ അവർ നിങ്ങളെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ഫോൺ എടുക്കുന്നുണ്ടാവില്ല, ഇമെയിൽസ് ചെക്ക് ചെയ്യുന്നുണ്ടാവില്ല, ലിങ്ക് നോക്കുന്നുണ്ടാവില്ല, നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾ എവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. റൈറ്റ്? ഒരു ജോലി എന്നുള്ളത്, നിങ്ങൾക്ക് ജോലി തരാന്നുള്ളത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് കാണണം. റൈറ്റ്? ആൻഡ് അതേപോലെ തന്നെയാണ് നിങ്ങളൊരു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഫോളോ അപ്പ് എടുക്കുന്നതും മസ്റ്റായിട്ട് മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ ഫോളോ അപ്പ് എടുക്കണം. കാരണം ചില കമ്പനീസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാൻഡിഡേറ്റ് എത്രത്തോളം സീരിയസ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിട്ട് ഇയാൾ തിരിച്ച് ഫോളോ അപ്പ് എടുക്കുന്നുണ്ടോ എന്നുള്ള സംഭവം നോക്കും. അതുകൊണ്ട് തന്നെ ഈവൻ ദോ യു നോ ദാറ്റ് ദേ മൈറ്റ് ഗെറ്റ് ബാക്ക് ടു യു, ജസ്റ്റ് ആഫ്റ്റർ സേ 2 ദിവസമോ 3 ദിവസമോ ഒക്കെ കഴിഞ്ഞിട്ട് റെസ്പോൺസ് ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നൊരു ഫോളോ അപ്പ് എടുക്കാനായിട്ട് ശ്രമിക്കുക. സോ ഈ 7 കാര്യങ്ങളാണ് ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്യൂമെ ഓരോ ആപ്ലിക്കേഷൻസ് നിങ്ങൾ 10 എടുത്ത് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 10 എടുത്തേക്കും 10 ഡിഫറെന്റ് റെസ്യൂമെ ആയിട്ട് ടൈലർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യുക. ആ കമ്പനിനെ സ്പെസിഫൈ ചെയ്തിട്ട് ആ ജോബ് ഡിസ്ക്രിപ്ഷനെ സ്പെസിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ റെസ്യൂമെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് എൻഷുർ ചെയ്യാം. റൈറ്റ്? 2, ഒരു സിമ്പിൾ സാമ്പിൾ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. 3, ലിങ്ക്ഡ്ഇൻ എഫക്റ്റീവ്ലി ലെവറേജ് ചെയ്യുക. 4, നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ മാക്സിമം യൂട്ടിലൈസേഷൻ നടത്തുക, അതിലേക്ക് ടാപ്പ് ഇൻ ചെയ്യുക. 5, ഇന്റേൺഷിപ്സിനും കോൺട്രാക്ട്സിനും അപ്ലൈ ചെയ്യുക. അതും പെയ്ഡ് ആയിട്ടുള്ളത് നോക്കണം കേട്ടോ. You don't need to work for free until unless it is that worth it, right? 6, ഇന്റർവ്യൂസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. 7, ഇന്റർവ്യൂസിന് ശേഷം ഫോളോ അപ്പ് എടുക്കുക. ഇനി ജോലിനെ കുറിച്ചൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് വേറൊരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ടത് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തിന് ചിലപ്പോൾ 1, 2 ആപ്ലിക്കേഷന് ശേഷം ഒരു ജോലി കിട്ടിയേക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടാവില്ല. ആൻഡ് ഓരോ സെറ്റ് ബാക്സ് വരുന്ന സമയത്തും ഓരോ റിജക്ഷൻസ് വരുന്ന സമയത്തും ഒരിക്കലും ഡീമോട്ടിവേറ്റഡ് ആവരുത്. ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഭയങ്കര എളുപ്പമുള്ള സംഭവമല്ല. അതുകൊണ്ട് തന്നെ ഒരു ആപ്ലിക്കേഷൻസും ഒരു ഓപ്പർച്യൂണിറ്റീസും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുത്. ഒരു റിജക്ഷൻ അത് അടുത്തൊരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ടായിട്ടുള്ള ഒരു ലേണിംഗ് കർവ് ആയിട്ട് എടുക്കുക. ആൻഡ് ഓരോ പ്രാവശ്യവും നിങ്ങൾ നോട്ട് സെലക്ടഡ് എന്നുള്ള ഒരു മെയിൽ വരുന്ന സമയത്തോ ഒരു ഫീഡ്ബാക്ക് വരുന്ന സമയത്തോ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ എനിക്ക് ഇമ്പ്രൂവ്മെന്റ് വേണ്ടിയിട്ടായിട്ടുള്ള എന്തെങ്കിലും ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ട് അത് വെച്ചിട്ടായിട്ട് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാൻ കൂടെ ചെയ്യാം. റൈറ്റ്? സോ ഐ നോ ഇറ്റ്സ് ബീൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടുണ്ട്. ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ ഫോർ യു. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കമന്റ് ഡൗൺ ബിലോ. ഐ വിൽ മേക്ക് അനദർ വീഡിയോ വിത്ത് ഇറ്റ്, ഓർ യു ക്യാൻ ജസ്റ്റ് യൂസ് മൈ ഇമെയിൽ ID താഴെ കമന്റ് ഡിസ്ക്രിപ്ഷനിലുണ്ടോ, നിങ്ങൾക്ക് മെയിൽ അയക്കാം. ഐ വിൽ ഹെൽപ്പ് യു വിത്ത് ഇറ്റ്. ഇതല്ലാതെ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് ആഡ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ടിപ്പ് ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതും കമന്റ് ഓൺ ചെയ്യുക. ലെറ്റ് അസ് ഹെൽപ്പ് പീപ്പിൾ വിത്ത് ഇറ്റ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ജസ്റ്റ് സബ്സ്ക്രൈബ് സോ ദാറ്റ് യു ക്യാൻ സീ ദ നെക്സ്റ്റ് വൺ. മലയാളി പറക്കട്ടെ എന്ന് മാത്രം പറയാണ്. സീ ദ നെക്സ്റ്റ് വൺ.